ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മുടെ ഉമ്മിണി വലിയ ഒന്ന് എന്നുള്ള പാഠം എടുത്തു കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അല്ലേ നിങ്ങൾക്ക് അർത്ഥം വിപരീതമൊക്കെ പഠിക്കാൻ കുറച്ചുകൂടി എളുപ്പമായതുകൊണ്ട് ആദ്യം ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാനൊന്ന് നിങ്ങൾക്ക് വായിച്ച് അത് വിശദീകരിച്ചിട്ടൊന്ന് പറഞ്ഞു തരാം. വളരെ എളുപ്പമുള്ളൊരു പാഠമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. നോട്ട്ബുക്ക് എടുത്തോളൂ എല്ലാവരും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യമില്ല, ഞാൻ നോട്ടാണ് വായിക്കുന്നത്. അപ്പോൾ എഴുതിയെടുത്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനിപ്പോൾ വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് ചെയ്യാനുള്ള സമയം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തോളൂ, ശ്രദ്ധിച്ചിരുന്നോളൂ. ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ പോവാണ്, നോക്കിക്കോളൂ. മജീദിൻ്റെ കണക്ക് കൂട്ടലിൽ ഒന്നും ഒന്നും ഉമ്മിണി വലിയ ഒന്ന് ആയത് എങ്ങനെ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കുക, എന്താ അതിൻ്റെ ആൻസർ വരിക? രണ്ട് നദികൾ സമ്മേളിച്ച് കുറച്ചുകൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ രണ്ട് ഒന്നുകൾ ഒരുമിച്ച് ചേരുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്ന് ആയിത്തീരുന്നു. ഇതാണ് മജീദിൻ്റെ കണക്ക് കൂട്ടൽ. ഒന്നും ഒന്നും എങ്ങനെ ഉമ്മിണി വലിയ ഒന്ന് ആയതാണ്. ഒന്നുകൂടി പറയാം. രണ്ട് നദികൾ സമ്മേളിച്ച് കുറച്ചുകൂടി തടിച്ച ഒരു നദിയായി ഒഴുകുന്നത് പോലെ രണ്ട് ഒന്നുകൾ ഒരുമിച്ച് ചേരുമ്പോൾ കുറച്ചുകൂടി വണ്ണം വെച്ച ഒരു വലിയ ഒന്ന് ആയിത്തീരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മണ്ഡശിരോമണി എന്ന് വാദ്യാർ മജീദിനെ വിളിക്കാൻ കാരണമെന്ത്? കണക്കിൽ മജീദ് വളരെ മോശമായതുകൊണ്ടാണ് വാദ്യാർ മജീദിനെ മണ്ഡശിരോമണി എന്ന് വിളിച്ചത്, അല്ലേ? എന്തുകൊണ്ടാണ് അധ്യാപകൻ മജീദിനെ മണ്ഡശിരോമണി എന്ന് വിളിച്ചത്? കണക്കിൽ മജീദ് വളരെ മോശമായതുകൊണ്ടാണ് വാദ്യാർ മജീദിനെ മണ്ഡശിരോമണി എന്ന് വിളിച്ചത്. അടുത്ത് നോക്കൂ. മജീദ് ജഗന്നിയന്താവിനോട് ഹൃദയപൂർവ്വം അപേക്ഷിച്ചത് എന്താണ്? എന്താ ജഗന്നിയന്താവ് എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നർത്ഥം. മജീദ് ഈശ്വരനോട് എന്താണ് പ്രാർത്ഥിച്ചത്? എൻ്റെ എല്ലാ കണക്കുകളും ശരിയാക്കി തരണേ എന്നാണ് മജീദ് ജഗന്നിയന്താവിനോട് അപേക്ഷിച്ചത്. ജഗന്നിയന്താവ് എന്നൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ട് കേട്ടോ, നോക്കി അങ്ങോട്ട് അക്ഷരത്തില്ലാണ്ട് നമുക്ക് ആൻസറിൽ എടുത്തെഴുതാം. അപ്പം എന്താണ്? എൻ്റെ എല്ലാ കണക്കുകളും ശരിയാക്കി തരണേ എന്നാണ് മജീദ് ജഗന്നിയന്താവിനോട് അപേക്ഷിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മജീദിൻ്റെ കണക്കുകളെല്ലാം ശരിയായി തുടങ്ങിയത് എപ്പോൾ? മജീദിൻ്റെ തൊട്ടടുത്ത് സുഹ്റ വന്നിരുന്നു തുടങ്ങിയപ്പോഴാണ് മജീദിൻ്റെ കണക്കുകളെല്ലാം ശരിയായി തുടങ്ങിയത്, അല്ലേ? മജീദിൻ്റെ അടുത്ത് സുഹ്റ മജീദിൻ്റെ ബെഞ്ചിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു തുടങ്ങിയപ്പോഴാണ് മജീദിൻ്റെ എല്ലാ കണക്കുകളും ശരിയായി തുടങ്ങിയത്, അല്ലേ? മജീദിൻ്റെ തൊട്ടടുത്ത് സുഹ്റ വന്നിരുന്നു തുടങ്ങിയപ്പോഴാണ് മജീദിൻ്റെ കണക്കുകളെല്ലാം ശരിയായി തുടങ്ങിയത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. ആകത്ര ക്വസ്റ്റ്യൻ ആൻസർ 4 വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആൻസറാണ്, ചെറുതാണ്, പഠിക്കാൻ എളുപ്പമാണ്, എല്ലാവരും എഴുതി പഠിക്കണം. പിന്നെ നോക്കൂ, അർത്ഥം ഒന്ന് നോക്കിക്കോളൂ. കനിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? കനിവ് ദയ. ജഗന്നിയന്താവ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആരാണ്? ഈശ്വരൻ, അല്ലേ? മന്ദഹാസം എന്ന് പറഞ്ഞാൽ പുഞ്ചിരി. സഹപാഠി എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെ പഠിക്കുന്നവൻ. സ്തുതി എന്ന് പറഞ്ഞാൽ എന്താ? പ്രശംസ. സാഭിമാനം അഭിമാനത്തോടുകൂടി. പൊരുൾ തത്വം. പള്ളിക്കൂടം വിദ്യാലയം. വാദ്യാർ അധ്യാപകൻ. ഉമ്മിണി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പം. വിപരീതം നോക്കൂ. പുകഴ്ത്തുക ഇകഴ്ത്തുക. രഹസ്യം പരസ്യം. സാമാന്യം അസാമാന്യം. സമ്മതം വിസമ്മതം. എന്തൊക്കെയാണ്? പുകഴ്ത്തുക ഇകഴ്ത്തുക, രഹസ്യം പരസ്യം, സാമാന്യം അസാമാന്യം, സമ്മതം വിസമ്മതം. പര്യായം നോക്കൂ, 2 പര്യായമുണ്ട്. നദീ പര്യായം എന്താണ്? വാഹിനി തടിനി. വാദ്യാർ എന്ന് പറഞ്ഞാലോ ഗുരുനാഥൻ, ഗുരുഭൂതൻ എന്നൊക്കെ പറയാം. വിഗ്രഹിക്കുക. പരമസത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരമമായ സത്യം. സ്തുതിവചനങ്ങൾ സ്തുതിച്ചുകൊണ്ടുള്ള വചനങ്ങൾ. പ്രപഞ്ച സൃഷ്ടാവ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. പിരിച്ചെഴുതുക.
പേര്. പരിഹാസ പ്ലസ് പേര്. അപ്പോൾ അവിടെ ഇരട്ടിപ്പ് പോവും, കൂട്ടക്ഷരം പോവും, ഒരു പാവും. പിന്നെ നോക്കൂ, പൊട്ടിച്ചിരിച്ചു. പൊട്ടി പ്ലസ് ചിരിച്ചു. നേരത്തെ പോലെ തന്നെയാണ്, സെയിം ആയിട്ടും. അവിടെ ചാട് കൂട്ടക്ഷരം ഇരട്ടിപ്പ് മാറും പിരിച്ചെഴുതുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ പാഠം. വളരെ എളുപ്പമുള്ളൊരു പാഠമാണ് കേട്ടോ. എല്ലാവരും ശ്രദ്ധിച്ചിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ട് എന്ത് പഠിച്ചാലും നിങ്ങൾ റഫ് ബുക്ക് എടുത്ത് അതൊന്ന് എഴുതി നോക്കണം. എഴുതി നോക്കിയാലേ നമുക്ക് അക്ഷരത്തെറ്റില്ലാതെ നമുക്ക് പരീക്ഷയ്ക്കൊക്കെ എഴുതാൻ സാധിക്കുള്ളൂ. നമ്മൾ വിചാരിക്കും വായിച്ച് പഠിച്ചതിൻ്റെ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കും, പക്ഷേ എഴുതുമ്പോൾ അക്ഷരത്തെറ്റുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ റഫ് ബുക്ക് എടുത്തിട്ട് അത് എഴുതി നോക്കുക. എന്നിട്ട് നോക്കുക കറക്റ്റാണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് നോക്കുക. അപ്പോഴാണ് എവിടേക്കാണ് നമുക്ക് അക്ഷരത്തെറ്റുണ്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. അപ്പം നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.